2025 ജോസ അലോട്ട്മെന്റ് പ്രൊസീജിയറിന് വേണ്ടി വിദ്യാർത്ഥികളും മാതാപിതാക്കളും എല്ലാം റെഡിയായിട്ടിരിക്കുകയാണ്. ബിസിനസ് റൂൾസ് NDA പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കെല്ലാം ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളത് കഴിഞ്ഞ വർഷത്തേതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ സർ എന്തൊക്കെയാണ് ഈ വർഷമുള്ള മേജർ ചേഞ്ചസ്, വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട വസ്തുതകൾ എന്തൊക്കെയാണ്? നമുക്ക് എടുത്തു പറയാൻ ഉള്ള ചേഞ്ചസ് ഒന്നും നമുക്കിവിടെ ഇല്ല. ഓക്കെ, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. നമുക്ക് ഇത്തവണ 6 റൗണ്ട് ഉണ്ട്. അതായത് കഴിഞ്ഞ വർഷം 4ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ IIT വിഡ്രോവൽ നടത്തിയിരിക്കണമായിരുന്നു. ഓക്കെ, ഇത്തവണ നമുക്ക് 5 റൗണ്ടിന് ശേഷം മതിയാവും. IIT നമുക്ക് കിട്ടിയ സീറ്റ് താല്പര്യമില്ലെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള അവസരമുണ്ട്. അതായത് 6 റൗണ്ടുകൾ നമുക്കുണ്ട് ഇത്തവണ. 6 റൗണ്ടിന് ശേഷവും NIT പ്ലസ് സിസ്റ്റത്തിൽ ഉള്ളവർക്ക് വിഡ്രോവൽ ഓപ്ഷൻ ഉണ്ട്. മറ്റൊരു റൗണ്ടും കൂടെ ഇല്ല. പക്ഷേ 6ാമത്തെ റൗണ്ട് കഴിഞ്ഞാലും NITയോ IIIT, NIT പ്ലസ് എന്ന് പറയുമ്പോൾ NITകളുണ്ട്, IIITs ഉണ്ട്, അതുപോലെ GFTകളുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സ്ഥാപനങ്ങൾ അഡ്മിഷൻ കിട്ടുന്നവർക്ക് വിഡ്രോവൽ ഓപ്ഷൻ ഉണ്ട്. കാരണം അതിനുശേഷമാണ് പിന്നെ 2 റൗണ്ട് CSAB വരാനുണ്ട്, CSAB. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത, അപ്പോൾ ഒരു റൗണ്ട് കൂടുതൽ കിട്ടിയെന്ന് നമുക്ക് പറയാം. രണ്ടാമത് നമ്മുടെ ഫീസിലൊരു ചെറിയൊരു വേരിയേഷൻ. ഓക്കെ, നമ്മൾ സീറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കാനുണ്ട്. അത് ഈ വർഷം ജനറൽ OBC NCL അതുപോലെ ജനറൽ EWS കാറ്റഗറിക്കൊക്കെ 30,000 രൂപയാണ്. കഴിഞ്ഞ വർഷം 35,000 രൂപ ആയിരുന്നു. ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതേസമയം SC ST PWD കാറ്റഗറി വരുമ്പോഴത്തേക്കും അതിൻ്റെ നേരെ പകുതി 15,000 രൂപ മാത്രം അവർ അടച്ചാൽ മതിയാവും. അതുപോലെ പാർഷ്യൽ അഡ്മിഷൻ ഫീ അത് നമ്മൾ ഈ 6ാമത്തെ റൗണ്ടിന് ശേഷം വിഡ്രോവൽ ഓപ്ഷനും കൊടുക്കും. അതിന് ശേഷമാണ് NIT പ്ലസ് സിസ്റ്റങ്ങളിൽ കിട്ടിയവർ പാർഷ്യൽ അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും. അത് ജനറൽ OBC NCL അതുപോലെ EWS കാറ്റഗറി 45,000 രൂപയും, ആ സമയം SC ST കാറ്റഗറിയൊക്കെ വരുമ്പോൾ അവർ 20,000 രൂപയും അടച്ചാൽ മതിയാവും. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളൂ. നമുക്കതിന് എടുത്തു പറയാനുള്ള മറ്റ് വേരിയേഷൻ ചേഞ്ചസ് ഒന്നും അവിടെ ഇല്ലെന്ന് തന്നെ പറയാം. ഡോക്യുമെൻറ്റ്സൊക്കെ പഴയ പോലെയൊക്കെ തന്നെ, ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിലും. അതുപോലെ പിന്നെ അവിടെ ഒരു പ്രത്യേകത അവർ കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പല കുട്ടികൾക്ക് സംശയമായിരുന്നു ഈ ഇപ്പോൾ OBC NCLനെ സംബന്ധിച്ചും അതുപോലെ ജനറൽ EWSനെ സംബന്ധിച്ചും അവരുടെ വരുമാനമാണ് അവരുടെ ഈ കാറ്റഗറിക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. അത് 2025 ഏപ്രിൽ 1 ശേഷമുള്ള സെൻട്രൽ പർപ്പസിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് വേണ്ടത്. ഇനി ആർക്കെങ്കിലും അത് ലഭിച്ചിട്ടില്ല എങ്കിൽ പേടിക്കേണ്ട. നമ്മൾ NITയിൽ കിട്ടുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന് 2025 ഓഗസ്റ്റ് 31 വരെ വാലിഡിറ്റി ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും. അതുപോലെ തന്നെ IIT കിട്ടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് 2025 ജൂലൈ 23 വരെ വാലിഡിറ്റി ഉള്ള 1 ഇയർ വാലിഡിറ്റിയാണ് പറയുന്നത്, വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉള്ളതെങ്കിൽ, എനിക്കൊന്ന് പറയുമ്പോൾ OBC NCL അല്ലെങ്കിൽ EWS കാറ്റഗറി പെടുന്ന ജനറൽ സെൻട്രൽ പർപ്പസിന് വേണ്ടിയുള്ളതായിരിക്കണം. ആ ഒരു സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നമുക്ക് തൽക്കാലം അത് മതിയാവും എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവാണ്. അത് പെട്ടെന്ന് ഓടിപ്പോയി ഒരെണ്ണം കയ്യിലില്ലാത്തവരെ സംബന്ധിച്ചും എല്ലാവരും തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടാവും. ഈ ഒരു സാമ്പത്തിക വർഷത്തെ തന്നെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അതില്ലെങ്കിൽ പോലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു ഗുഡ് ന്യൂസ് കാണാനുണ്ട്. സാർ, ഇതുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് റെഡിയാക്കി വെക്കേണ്ടത് ഈ ഒരു പ്രൊസീജിയർ സമയത്ത്? ഡോക്യുമെൻറ്റ്സ് മസ്റ്റായിട്ട് വേണ്ടത് അവരുടെ 10th സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ്സിലെ, അല്ലെങ്കിൽ ആധാർ കാർഡ്. ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമെന്നുള്ളതാണ്. 10ാം ക്ലാസ് മാർക്ക് ലിസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് മതി. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആധാർ ആണെങ്കിൽ അത് മതി. അതാണ്. പിന്നെ ഉള്ളത് 12th മാർക്ക് ലിസ്റ്റ്. അത് 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന്, NITയിൽ നമുക്ക് ഹോം സ്റ്റേറ്റ് കോട്ടയുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റിൽ പെട്ട ആളാണ്, ഏത് സ്റ്റേറ്റിലാണ് +2 പഠിച്ചത് എന്നുള്ളത് സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി എന്ന് പറയും. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു അഗ്രിഗേറ്റ് 75% മാർക്ക് +2 ഉണ്ടായിരിക്കണം. അപ്പോൾ അതറിയാനും, അത് അല്ലെങ്കിൽ 20% ടോപ്പ് 20% പറയുന്നത്. അപ്പോൾ അതറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ 12th മാർക്ക് ലിസ്റ്റ്. അപ്പോൾ അതിപ്പം CBSE കുട്ടികൾക്ക് അവർക്ക് ഡിജിലോക്കറിൽ നിന്ന് എടുക്കാം. സ്റ്റേറ്റിലെ ഉടനെ തന്നെ ഡിജിലോക്കറിലേക്ക് അപ്ലോഡ് ആവും. അവിടെ മാർക്ക് ലിസ്റ്റ് ആയിട്ടില്ല, അത് ഡിജിലോക്കറിൽ ഉണ്ടാവും. അതിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്താൽ മതിയാവും. പിന്നെ വേണ്ടത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്. അത് കുട്ടികളിപ്പോൾ തന്നെ അത് റെഡിയാക്കിയിട്ടുണ്ടാവും. അതിന് കൃത്യമായ ഫോമാറ്റ് ബിസിനസ് റൂളിൽ തന്നിട്ടുണ്ട്. ആ ഫോമാറ്റിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ
എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്നേ ഉള്ളൂ. അത് ഗവൺമെന്റ് ഒരു നിർബന്ധമില്ല, ഗവൺമെൻറ്റോ പ്രൈവറ്റോ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കണം, അവരുടെ സീലില്ലത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അത്രേ പറയുന്നുള്ളൂ. അതാണൊരു കാര്യം. പിന്നെ ഒരു ബ്ലാങ്ക് ക്രോസ്ഡ് ചെക്ക് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഒരു കോപ്പി. അത് ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്യാന്നുള്ള ഉദ്ദേശമാണ്. അത് കുട്ടിയുടെ ആകാം, പേരൻറ്റിൻ്റെ ആകാം, ജോയിൻ്റ് അക്കൗണ്ട് ആകാം, ഏതായാലും കുഴപ്പമില്ല. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വിഡ്രോ ചെയ്യുവാണെങ്കിലോ ഒക്കെ നമ്മുടെ റീഫണ്ട് നമുക്ക് വരാനുണ്ട്. അപ്പോൾ അതിനുള്ള നമ്മൾ എക്സിറ്റ് ചെയ്യാം, നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് റീഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം ആ രീതിയിൽ നമ്മളതിനെ കണ്ടാൽ മതിയാവും. പിന്നെ ഇപ്പോൾ കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ OBC NCL കാറ്റഗറി ആണെങ്കിൽ അത് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ ജനറൽ EWS കാറ്റഗറി പെട്ടവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. പിന്നെ JEE അഡ്മിറ്റ് കാർഡ് അത് ഉണ്ടാവണം. പിന്നെ വേണ്ടത് നമുക്ക് PWD കാറ്റഗറിക്ക് 40% മുകളിലാണ് അവരുടെ ഈ ഡിസബിലിറ്റി എന്ന് സൂചിപ്പിക്കുന്ന ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അത് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ബേസിക്കായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ്. ഇത്തരം ഡോക്യുമെൻറ്റ്സ് എങ്കിലും തയ്യാറാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ നമുക്കത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. സാർ, ഒരു വിദ്യാർത്ഥി ജോസ് അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിന് തയ്യാറെടുക്കുകയാണ്. ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെ കടന്നാണ് ശരിക്കും ഒരു സക്സസ്ഫുൾ ആയിട്ട് ഓപ്ഷൻസ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്യും. ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ നമ്മൾ ചെയ്യണം. അതിന് നമ്മുടെ JEE നമ്മുടെ രജിസ്റ്റർ നമ്പർ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് നമ്മളൊരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് നമ്മളത് ഓപ്ഷൻസ് ആണ് നമുക്ക് കൊടുക്കുക. അപ്പോൾ അതിന് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കവിടെ ഉണ്ടാകും. അത് അത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ബേസിക് ഡീറ്റെയിൽസ് അതേപടി തന്നെ പോകണം. പിന്നെ ഉള്ള സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മുടെ മാർക്ക് ലിസ്റ്റ്, ഇപ്പം കുട്ടികളെ സംബന്ധിച്ച് മാർക്ക് ലിസ്റ്റ് കിട്ടാത്ത കുട്ടികൾക്ക് വേണമെങ്കിൽ അവരുടെ TC സ്കൂളുകളിലൊക്കെ ആയിട്ടുണ്ട്. അവിടെ ഉണ്ടാവും ഏത് സ്കൂളാണെന്നുള്ളത്, എവിടെ പഠിച്ചെന്നുള്ളത്. CBSE-കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ISE-കാരെ സംബന്ധിച്ച് അവരുടെ പാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതിലുണ്ടാവും ഏത് സ്കൂളാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി ഒക്കെ ക്ലിയർ ആയിരിക്കാൻ സാധിക്കും. അപ്പോൾ അവർ കുട്ടികളെ സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ ഒന്നും ബുദ്ധിമുട്ടുള്ളതല്ല. ഓപ്ഷൻ ഫില്ലിംഗ് ആണ് അവരെ സംബന്ധിച്ച് ഒരു tedious പ്രോസസ്സ്. ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കുകൾ വരുത്തുന്നത് ഓപ്ഷൻ സെറ്റ് ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. കാരണം നമുക്കറിയാം ഒരു 4 എക്സാമിനേഷൻസ് ഉണ്ട്. ഒന്ന് JEE മെയിൻ, അത് എഴുതിയിട്ടുള്ള ആളുകളുണ്ടാവും. ഇനി അത് ക്വാളിഫൈ ചെയ്ത് JEE അഡ്വാൻസ്ഡ് എഴുതിയ ആളുകളുണ്ടാവും. ഇനി JEE മെയിൻ്റെ പേപ്പർ 2 അതിൻ്റെ പാർട്ട് A, പേപ്പർ 2ൻ്റെ പേപ്പർ 1 എഴുതിയ ആളുകൾ BARC-ന് വേണ്ടി എഴുതിയിട്ടുള്ളവരുണ്ടാവും. അതുപോലെ അതിൻ്റെ പേപ്പർ 2 B പ്ലാനിങ്ങിന് വേണ്ടി എഴുതുക. അപ്പം 4 പരീക്ഷ, ഇത് 4 എഴുതിയ ആളുകളുണ്ടാവും. 3 എഴുതിയവരുണ്ടാവും, 2 എഴുതിയവരുണ്ടാവും, 1 മാത്രം എഴുതിയവരുണ്ടാവും. അപ്പോൾ അതിനകത്ത് JEE മെയിൻ എഴുതിയവർക്ക് NIT+ സിസ്റ്റങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. NIT+ എന്ന് പറയുമ്പോൾ NIT ഉണ്ട്, IIIT ഉണ്ട്, GFTI ഉണ്ട്. JEE മെയിൻ. സമയം JEE മെയിൻ ക്വാളിഫൈ, JEE അഡ്വാൻസ്ഡിലേക്ക് വന്നവർക്ക് അവർക്ക് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ NIT-യും പറ്റും, IIT-യും സാധിക്കും. NIT+ ഉണ്ട്, IIT ഉണ്ട്. അവിടേക്കല്ല. അപ്പം അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. മറ്റവർ ട്രൈ ചെയ്താലും അവർക്ക് IITs ഒന്നും അവരുടെ വിൻഡോയിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് അവരുടെ അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ എഴുതിയ ആളെ സംബന്ധിച്ച്, ഇപ്പോൾ JEE മെയിൻ മാത്രം എഴുതിയ അല്ലെങ്കിൽ അതിൻ്റെ സ്കോർ മാത്രം ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് ഈ പറഞ്ഞ NITസും IIITസും മാത്രം നോക്കിയാൽ മതി. നമുക്കറിയാം NITയും IITയും കൂടെയൊക്കെ വരുമ്പോഴാണ് കുട്ടികൾക്ക് അതിൻ്റെ ഓർഡറിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ശരിക്കും ആലോചിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമുക്ക് അതായത് നമ്മളൊരു 8 വർഷം കഴിയുമ്പോൾ, ഇപ്പം കുട്ടി ഒരു 18 വയസ്സ് ആയ ഒരാളാണെങ്കിൽ ഒരു 26-27 വയസ്സിൽ എവിടെ ആയിരിക്കണം, ഞാൻ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കും എന്ന് ആലോചിച്ച് വേണം ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ അവിടെ കാരണം കോളേജ് പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ടാണ്. അതോടൊപ്പം തന്നെ പഠിക്കുന്ന ബ്രാഞ്ച് പ്രധാനപ്പെട്ടതാണ്. കോളേജ് പ്രധാനപ്പെട്ടെന്ന് പറയുമ്പോൾ കോളേജിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോളേജിൻ്റെ ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല ഒരു മെട്രോ സിറ്റിയിലാണെങ്കിൽ കോളേജ്, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ IIT ഹൈദരാബാദ് പുതിയ IIT ആണ്, പക്ഷേ ഭയങ്കരമായിട്ട് എമേർജ് ചെയ്യുന്ന സിറ്റുവേഷൻ. നമ്മൾ പറയുന്ന ടോപ്പ് IIT ലിസ്റ്റിൽ 7 ആയിരുന്നു നമുക്ക് മദർ IITs എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് IIT ഹൈദരാബാദും കൂടെ അതോടെ അങ്ങോട്ട് മെർജ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ സ്ഥാപനത്തിന് ഹിസ്റ്ററി ആൻഡ് റെപ്യൂട്ടേഷൻ നമുക്കറിയാം പഴയതാണ്. ഇപ്പോൾ നമ്മൾ ടോപ്പ് IITs നോക്കിയാൽ മനസ്സിലാവും. ബോംബെ, ഡൽഹി, കാൺപൂർ, ഖരഗ്പൂർ, മദ്രാസ്,
അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം ഒരു കാലം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് അവിടെ എല്ലാ ഫെസിലിറ്റീസും ഒരുപാട് വർഷങ്ങൾ കൊണ്ടേ എസ്റ്റാബ്ലിഷ് ആണ്. അപ്പോൾ അതിന് മെട്രോ സിറ്റീസിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ ബ്രാഞ്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയായിരിക്കണം. അതായത് ഇപ്പോൾ കുട്ടികളിപ്പം CS കമ്പ്യൂട്ടർ സയൻസ് ജോലി കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു 4 വർഷം കഴിയുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പം നമുക്ക് സർവീസ് ബേസ്ഡ് കമ്പനീസ് അവരുടെ ഹയറിങ് ഒത്തിരി കുറച്ച് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രോഡക്റ്റ് ബേസ്ഡാകുമ്പോൾ നമുക്കറിയാം വളരെ കുറച്ച് ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകളെ വേണ്ടത്. അതിപ്പം അങ്ങനെയുള്ള കുട്ടികളാണ് ഇതിലേക്ക് വരുന്നത് കേട്ടോ. ഈ IIT-യിലേക്കും NIT-യിലേക്കും ഒക്കെ എത്തുന്ന അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ബ്രാഞ്ച്, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാഞ്ച്, ഇപ്പോൾ ഈ ഒരു IIT NIT IIIT സ്ട്രീമിലേക്ക് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഏകദേശം അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് സ്കില്ലും ഒക്കെ അത്യാവശ്യം മനസ്സിലാക്കിയ കുട്ടികളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഫിസിക്സ് ആയിരുന്നു ഇഷ്ടം, മെക്കാനിക്സ് ഇഷ്ടമുള്ള ഒരു കുട്ടി അവനൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിക്കൊണ്ട് അവിടുത്തെ മെക്കാനിക്കൽ ബ്രാഞ്ച്, മെക്കാനിക്കൽ ഏറ്റവും ടോപ്പ് ബ്രാഞ്ച് അല്ല ഇപ്പോൾ, അപ്പം ഇലക്ട്രിക്കൽ നമുക്ക് സർക്യൂട്ട് ബ്രാഞ്ചിൻ്റെ എല്ലാം താഴെയാണ് മെക്കാനിക്കൽ വരുന്നത്. അപ്പം നല്ലൊരു IIT-യിൽ മെക്കാനിക്കൽ കിട്ടുമെങ്കിൽ അവൻ ഈ ഫസ്റ്റ് ഇയർ മെക്കാനിക്സ് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണെങ്കിൽ അവൻ ആ രീതിയിൽ ആലോചിക്കും. അതേസമയം എനിക്ക് ഇപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് താല്പര്യം, സർക്യൂട്ട് സംബന്ധമായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക്സും താല്പര്യമുള്ള കുട്ടിയെ സംബന്ധിച്ച് IIT ഒരല്പം പറഞ്ഞാൽ തിരി താഴേക്കല്ല, ഒരു 1-2 IIT-കളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ബ്രാഞ്ചിന് വേണമെങ്കിൽ കാരണം പഠിക്കുന്ന സമയത്തും എമർജ് ചെയ്ത്, കാരണം ഇങ്ങനൊരു കാലഘട്ടത്തിൽ AI എങ്ങനെ എപ്പോൾ എവിടെ ഉപയോഗിക്കാം, എല്ലായിടത്തും AI-യുടെ യൂസ് വരികയാണ്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ബ്രാഞ്ചും കൂടെ നമുക്ക് ഡൊമൈൻ നോളജോടെ ഉണ്ടാവണം. കാരണം ഈ IIT-കളിലും അല്ലെങ്കിൽ NIT-കളിലും വരുന്ന കുട്ടികൾ കൂടുതലും ഡൊമൈൻ അല്ലെങ്കിൽ കോർ ആയിട്ടുള്ള ജോബുകൾ കൂടുതൽ കിട്ടുന്ന കുട്ടികൾ, അതായത് പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനികളിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആപ്പിളും ഗൂഗിളും മൈക്രോസോഫ്റ്റും ആമസോണും പോലെയുള്ള കമ്പനികളാണ്. അപ്പോൾ അവിടെയൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന കുട്ടികളാണ്. തന്നെയുമല്ല ഇവർ പലപ്പോഴും മറ്റ് മേഖലകളിലേക്കാണ്. ഇപ്പോൾ IIT-കളുടെ പ്ലേസ്മെൻറ്റ് ഇതിനറിയാൻ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അത് മറ്റ് മേഖല ഹെൽത്ത് കെയറിലേക്ക് പോകുന്നവരുണ്ട്, അതുപോലെ ഫിനാൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, മാർക്കറ്റിങ്ങിലേക്ക്, അങ്ങനെ പല മേഖലകളിലേക്ക് IIT-കളിൽ നിന്ന് തന്നെ കുട്ടികൾ ഫിൻടെക് കമ്പനികളിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി പല മേഖലകളിലേക്ക് പോകണ്ട, കാരണം IIT കൊടുക്കുന്നൊരു എക്സ്പോഷറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഞ്ചിനേക്കാളും പ്രധാനം എന്തുകൊണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ആ ഒരു എക്സ്പോഷർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ബ്രാഞ്ച് ഒട്ടും പരിഗണിക്കേണ്ട എന്നുള്ളതല്ല, കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പരിഗണിച്ചുകൊണ്ട് ആ എക്സ്പോഷർ അവരെ പല രീതിയിൽ മോൾഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം കൃത്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രാഞ്ച്. അപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരാൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു 7000 റാങ്ക് JEE മെയിനും 8000 റാങ്ക് JEE അഡ്വാൻസിനും കിട്ടിയ കുട്ടിയെ സംബന്ധിച്ച് അവൻ ഹൈലി കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അംബീഷ്യസ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവണം. നമുക്ക് കിട്ടുകയില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞ വർഷം 5000-ന് പോയത്, കഴിഞ്ഞ വർഷം 4000 തീർന്നത്, ഇതൊക്കെ നമ്മുടെ ലിസ്റ്റിലുണ്ടാവണം. അതുപോലെ തന്നെ ലോജിക്കലായിട്ട് അല്ലെങ്കിൽ റാഷണലായിട്ട് ഉള്ള ഒരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. അതിനകത്താണ് നമ്മൾ ഈ പറയുന്ന 8000 റാങ്കും 7000. കാരണം നമുക്കറിയാം 8000 റാങ്ക് എന്ന് പറയുമ്പോൾ IIT-കളിൽ നമുക്ക് ടോപ്പ് IIT-കളിലെ ടോപ്പ് ബ്രാഞ്ച് ലഭ്യമല്ല, കിട്ടില്ല. അതേസമയം നമുക്ക് ടയർ 2-ലേക്ക് ഇറങ്ങാം. ടയർ 2-ലെ ഏത് ബ്രാഞ്ച് വേണം? ടയർ 2-ൽ ചിലപ്പോൾ ഒരു പക്ഷേ സർക്യൂട്ട് ബ്രാഞ്ച് കിട്ടിയില്ല എന്ന് പറയും, പക്ഷേ അന്നേരം അതിന് താഴേക്കുള്ള ബ്രാഞ്ച് കെമിക്കൽ താല്പര്യമാണോ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ താല്പര്യമാണോ, അല്ലെങ്കിൽ മെറ്റലർജി താല്പര്യമാണോ? അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൂടെ പരിഗണിച്ചുകൊണ്ട് അതേസമയം തന്നെ NITs വരികയാണ്. NIT-യിൽ 7000 വരുമ്പോഴത്തേനും NIT ഇപ്പോൾ നമ്മുടെ കാലിക്കട്ട് NIT-യിലെ ആ കുട്ടിക്ക് CS കിട്ടും. ഇനി ആ കാലിക്കറ്റിലെ CS വേണോ, അതോ നമുക്ക് വാറങ്കലിലെയോ ട്രിച്ചിയിലെയോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരു പക്ഷേ കിട്ടാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പഠനം, അപ്പോൾ നല്ലൊരു ബ്രാഞ്ച് തന്നെയാണ്, ഒരുപാട് സാധ്യതകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അസസ്മെൻറ്റ് ഈ ദിവസങ്ങളിൽ കാരണം നമുക്കിത് 3-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് 2 മോക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് എന്താണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ കഴിഞ്ഞ വർഷം ഈ 7000-നും 8000-നും ഒക്കെ താഴെ ഫില്ല് ചെയ്തവർ സേഫായിട്ട് നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങൾ, ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോകാം. കാരണം നമുക്കറിയാം നീറ്റിൻ്റെ ജൂൺ 30-ന് ശേഷം എന്തായാലും റിസൾട്ട് കാര്യങ്ങളുണ്ടാവുള്ളൂ. അപ്പം അത് അങ്ങനെ കുറേ ഉണ്ട്. ഇനി കീമ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കീമാണ് വരുന്നത്. കീമിൻ്റെ ആണെങ്കിൽ ഒരു ജൂൺ പകുതിയോട് കൂടിയൊക്കെ ഒരു ചിത്രം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഏതായാലും എല്ലാവരും
തന്നെ ഈ ഒരു ജോസായിലൂടെ കടന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും അപ്ലൈ ചെയ്യുന്നതും പ്രൊസീജിയർ പൂർത്തിയാക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു 3 സെറ്റ് ഓപ്ഷൻ: അംബീഷ്യസ്, ദെൻ റാഷണൽ, സേഫ് ഓപ്ഷൻ. അപ്പോൾ റാഷണലിനകത്ത് നമുക്ക് കിട്ടണം. അവിടെ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ കുറേ താഴെ സേഫായിട്ട്. പക്ഷേ പോകുന്നില്ലാത്ത ഒരിക്കലും നമ്മുടെ സെറ്റിനകത്ത് ഉണ്ടാവാനും പാടില്ല, താല്പര്യമില്ലാത്ത. ഇപ്പോൾ ഒരാൾക്ക് IIT ജമ്മു താല്പര്യമില്ലയെന്ന് വെക്കുക, അപ്പോൾ ഒരിക്കലും നമ്മുടെ ഓപ്ഷനകത്ത് അത് ഉണ്ടാവാൻ പാടില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ കിട്ടിയാൽ ചൂസ് ചെയ്യും എന്നുള്ള ഉറപ്പുള്ള കോഴ്സുകളും കോളേജുകളും മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ. നമ്മുടെ പ്രിയോറിറ്റി മാത്രം നോക്കി വേണം വെക്കാൻ. ഇപ്പം ചിലർ ചെയ്യുന്നത്, ഇപ്പം എനിക്ക് കാലിക്കട്ട് NITയിൽ ECA കിട്ടുകയുള്ളൂ എന്നാൽ ഫസ്റ്റ് ഓപ്ഷൻ കാലിക്കട്ട് NITയിൽ ECA വെച്ചേക്കാം. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചിലപ്പം കമ്പ്യൂട്ടർ സയൻസ് കിട്ടാം. എന്നാലും നമുക്കൊരു ഓപ്ഷൻ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അങ്ങനെ വേണം. ഒരിക്കലും നഷ്ടം വന്നൊരു തോന്നൽ പിന്നെ ഉണ്ടാവാൻ പാടില്ല. കുറച്ച് നമ്പേഴ്സ്, കുറേ ഓപ്ഷൻസ് നമുക്ക് അക്കാഡമിക് പ്രോഗ്രാംസ് എന്നാണ് വിളിക്കുന്നത്, ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിന് മുകളിൽ നമുക്ക് കിട്ടാൻ നമുക്ക് ആഗ്രഹമുള്ള അംബീഷ്യസ് ആയിട്ടുള്ള കുറച്ച് ഇരുന്നോട്ടെ. ഇത് ഉൾപ്പെടണമെന്ന് മാത്രം അടുത്ത ഒരു സെറ്റിനകത്ത് വരും. സാർ എത്ര ഓപ്ഷൻ വെക്കാം? അങ്ങനെ വല്ല ലിമിറ്റേഷൻസ് ഒന്നുമില്ല. എത്ര കോഴ്സുകളുണ്ടോ അത്രയും കോളേജും അവിടുത്തെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു കോഴ്സും കൂടെ ഉൾപ്പെടുന്നതാണ് അക്കാഡമിക് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് എത്ര എണ്ണം വേലും നമുക്ക് വെക്കാം. അപ്പോൾ അത് JEE അഡ്വാൻസ്ഡ് കൂടെ ക്വാളിഫൈ ചെയ്തവർക്ക് IIT ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് പ്രധാനപ്പെട്ട. സാർ, ഈ ഒരു ജോസ് അലോട്ട്മെന്റ് പ്രൊസീജിയറിലേക്ക് കിടക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു പ്രൊസീജിയറാണ്. എന്താണ് സാർ ഈ ഫ്രീസ്, ഫ്ലോട്ട്? സാർ, ഇതെങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമുക്കൊന്ന് ഏറ്റവും മികച്ച ഓപ്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? നമുക്ക് 3 ഓപ്ഷൻ അവിടെ ഉള്ളത്. ഒന്ന് ഫ്രീസ്, മറ്റൊന്ന് ഫ്ലോട്ട്, മറ്റൊന്ന് സ്ലൈഡ്. ഓക്കെ. ഫ്രീസ് നമുക്കിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ഓട്ടോ ഫ്രീസാണ്. നമുക്കിനി പിന്നെ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ഓക്കെ. അപ്പം നമുക്കവിടെ സ്ലൈഡും ഇല്ല, ഫ്ലോട്ടും ഇല്ല. ഓക്കെ. ഓട്ടോ ഫ്രീസായി. അതേസമയം അതിന് ഹയർ ഓപ്ഷൻസ് വേറെ ഏതുമാണ് കിട്ടുന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഫ്രീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ഓട്ടോ ഫ്രീസാണ്. ഇനി മറ്റൊരു ഓപ്ഷനാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിത് ചോയ്സൊക്കെ ഫില്ല് ചെയ്ത സമയത്ത് നമുക്ക് അതുപോലെ താല്പര്യം, പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞപ്പം മുതൽ നമ്മളതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ പ്രോഗ്രാമാണ് എനിക്ക് നല്ലത്, ഇനി വേറൊന്നും വേണ്ട എന്ന് തോന്നിയാൽ ഫ്രീസ് ചെയ്യാം. ഫ്രീസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വേർഡാണ്, ഇനി മാറ്റാൻ പറ്റില്ല. ഇനി മാറ്റുന്നില്ല. ഓക്കെ. കാരണം ഫൈനൽ വേർഡാണ്. കാരണം ഈ കുട്ടി ഇത് ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പോസ്റ്റ്, ആ ഒരു വേക്കൻസി അല്ലെങ്കിൽ ആ ഒരു സീറ്റ് കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ. ഇനി മറ്റാർക്കും ആ സീറ്റ് കിട്ടത്തില്ല. ഇനി വേറൊരു സീറ്റിന് വേണ്ടി കുട്ടിയെ പരിഗണിക്കത്തുമില്ല. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റഡ് ആയി, അലോട്ട്മെന്റ് പ്രൊസീജിയർ കംപ്ലീറ്റഡ് ആയി. ഇനി ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയതിൽ ഞാൻ തൃപ്തനല്ല. എനിക്ക് ഇതിലും നല്ലത് അല്ലെങ്കിൽ ഇതിന് മുകളിൽ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നമുക്ക് കിട്ടുമ്പോൾ അതിന് താഴെയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി കട്ടാകുക, മുകളിലുള്ളതെല്ലാം അവിടെ റിമെയിൻ ചെയ്യാം. അപ്പോൾ ഇതിന് മുകളിലുള്ള ഏത് കിട്ടിയാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. ഇപ്പോൾ എനിക്ക് 15ാമത്തെ കിട്ടിയെങ്കിൽ ഇതിന് മുകളിലുള്ള 14 എണ്ണത്തിൽ ഏത് കിട്ടിയാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്ലോട്ടാണ്. ഓക്കെ. ഇനി എനിക്ക് കിട്ടിയത് 15ാമത്തെ ഓപ്ഷനാണ്. 15ാമത്തെ ഓപ്ഷൻ കാലിക്കറ്റിലെ ട്രിപ്പിൾ ആണെന്ന് വിചാരിക്കും. ഓക്കെ. അതിന് മുകളിൽ നമ്മൾ കാലിക്കറ്റിലെ ECE ഉണ്ട്, കാലിക്കറ്റിലെ CS വെച്ചിട്ടുണ്ട്. മറ്റ് ചില സ്ഥാപനങ്ങൾ ഇപ്പം ട്രിച്ചിയോ സുറത്കല്ലോ ഒക്കെ നമ്മൾ വേറെയും വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഇതിനകത്ത് എനിക്ക് കാലിക്കറ്റിലെ ECEയോ കാലിക്കറ്റിലെയോ CS മാത്രം മതി. വേറൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം, അത് മാത്രം മതി. വേറെ ഒരു സ്ഥാപനത്തിലെയും എനിക്ക് വേണ്ട. ഇപ്പം കിട്ടിയിരിക്കുന്ന സ്ഥാപനത്തിൽ മാത്രമേ ഞാൻ പഠിക്കുന്നുള്ളൂ. ഓക്കെ. അത് കാലിക്കറ്റ് NITയിലേ പഠിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ലൈഡ് കൊടുക്കാം. അപ്പോൾ ആ സ്ഥാപനം, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക്. സാർ, അപ്പോൾ എനിക്കൊരു ചെറിയ സംശയം. അതായത് ഞാനിപ്പം തിരഞ്ഞെടുക്കുന്ന NIT കാലിക്കറ്റിൽ സ്ലൈഡ് ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിന് മുകളിലുള്ള ഓപ്ഷൻസിൽ ഞാൻ ചില IITs കൊടുത്തിട്ടുണ്ട്, മറ്റ് ചില NITs ഉറക്കലോ വാറങ്കലോ കൊടുത്തിട്ടുണ്ട്. ഈ സ്ലൈഡ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ മുകളിലുള്ള IIT ഓപ്ഷൻസും മറ്റ് NIT ഓപ്ഷൻസും എന്താ സംഭവിക്കുന്നത്? വേറൊരു ഓപ്ഷനും പിന്നെ പരിഗണിക്കുകയില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻസ് അങ്ങ് ഈ 2 എണ്ണത്തിൽ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും. സ്ലൈഡ് പിന്നെ ഫ്രീസ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം ECE കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ. അന്നേരം വിചാരിക്കും CS വേണ്ട. അപ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്യാം. അടുത്തൊരു അലോട്ട്മെൻറ്റ് വരുമ്പോൾ 4ാമത്തെ 5ാമത്തെയൊക്കെ വരുമ്പോൾ ഇനി ECE കിട്ടി, ഇനി CS വേണ്ട ഇത്തവണ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അന്നേരം ഫ്രീസ് ചെയ്യാം. അതായത് സ്ലൈഡ് എപ്പോൾ വേണേലും ഫ്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലോട്ടും നമുക്ക് എപ്പോൾ വേണേലും ഫ്രീസ് ചെയ്യാം. ഫ്ലോട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാനും പറ്റും. ഓക്കെ. സാർ, ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്,
ഒത്തിരി വിദ്യാർത്ഥികളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ചിലർക്ക് ജെയ്മീന് നല്ല സ്കോറില്ല, നല്ല പെർസെൻറ്റേജ് ഇല്ല. അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പക്ഷേ കീമിനായിരിക്കാം, കുസാറ്റിനായിരിക്കാം. ഒരു പക്ഷേ ചിലപ്പം മെഡിക്കൽ നീറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളുണ്ട്. അവരൊരു സേഫ് സ്കോർ എന്ന് അവർക്ക് ഉറപ്പില്ല. എന്നാൽ ചിലപ്പോൾ MBBS കിട്ടിയേക്കാം, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ അവർ ഓപ്ഷൻസ് ഒക്കെ നോക്കുന്നുണ്ട്, അതും ഉറപ്പായിട്ടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യം ഭേദപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന കിട്ടാൻ സാധ്യതയുള്ള ജെയ്മീൻ റാങ്ക് ഉണ്ട്. അവരാണ് ഈ പറഞ്ഞൊരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെ സ്റ്റെപ്പിൽ ഇതിൻ്റെ അകത്തുനിന്ന് പിന്മാറുവാണെങ്കിൽ കാശ് പോകാതിരിക്കും? ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒന്നുകൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. അതായത് എനിക്ക് ഇച്ചിരി കാശ് പോയാലും കുഴപ്പമില്ല, അതായത് എനിക്ക് NIT ഒരു സീറ്റ് കിട്ടിയാൽ ഞാനത് എടുക്കുന്നു എന്നാണോ എനിക്കൊരു MBBS ഒരു നല്ലൊരു അഡ്മിഷൻ കിട്ടുന്നത്? ഞാൻ ആ ദിവസം NIT സീറ്റ് ഒഴിവാക്കി ഞാൻ പോകാനായിട്ടും ആഗ്രഹിക്കുകയാണ്. എത്ര രൂപ ഞാൻ നഷ്ടപ്പെടുത്തേണ്ടി വരും? വേറെ എന്തെങ്കിലും ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? നമുക്ക് ഇങ്ങനെ ഇപ്പം JEE ആയിരിക്കും ആ കുട്ടികൾ മിക്കവാറും സാറ് പറഞ്ഞ പോലെ ക്ലിയർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു പെർസെൻറ്റേജ് സ്കോർ വന്ന് JEE ആവാം റാങ്ക് ഉള്ളത്. ഒരു 96-98% ഉള്ള വിദ്യാർത്ഥികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം NITs നമുക്ക് ഒരു ടയർ 2 ലെവലിലുള്ള NITs ഒരു മിഡ് ലെവൽ ബ്രാഞ്ചുകൾ ഒക്കെ അവർക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ടയർ 3 ഇറങ്ങേണ്ട കാര്യമില്ല. ടയർ 3 ഇറങ്ങുന്നതിൽ ഒരു പക്ഷേ നല്ലത് അവർ കീമും എഴുതിയിട്ടുണ്ടാവും. കീമിന് അത്യാവശ്യം നല്ല സ്കോറുള്ള കുട്ടികളായിരിക്കണം സാർ ഈ സൂചിപ്പിച്ച കാറ്റഗറിയിലുള്ളത്. അല്ലെങ്കിൽ സാറ് പറഞ്ഞല്ലോ മറ്റ് മെഡിക്കൽ പ്രൊഫഷനിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ടയർ 2 അത്യാവശ്യം നല്ല ഇപ്പം പല സിറ്റികളിലുള്ള NITs ഉണ്ട്. അപ്പം നമുക്ക് ഭോപ്പാലുണ്ട്, ജലന്ധറുണ്ട്, ജംഷഡ്പൂറുണ്ട്, ദുർഗാപൂറുണ്ട്, അങ്ങനെ അത്യാവശ്യമുള്ള സൂറത്തുണ്ട്. അങ്ങനെ ഓരോ സിറ്റികളിലുള്ള NITs ഉണ്ട്. നമുക്ക് അതിനെ ടയർ 2 എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുത്താം. അപ്പോൾ അവിടെയൊക്കെ കിട്ടുന്ന ഒരു കുട്ടി അപ്പോൾ നോർമലി നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ അവൻ്റെ ചോയ്സുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അവന് കിട്ടാൻ സാധ്യതയില്ലായിരിക്കും. മിക്കവാറും ആ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടുന്നവരുണ്ടാകും. കിട്ടണമെങ്കിൽ കിട്ടിക്കഴിയുമ്പോൾ അവർ നോർമൽ ഉള്ള പ്രൊസീജിയറിൽ അവർ അതിൻ്റെ അവർ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കുകയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സ്ലൈഡ്, ഫ്രീസ്, ഫ്ലോട്ട് അതേതാണ് ചെയ്യുകയും ഡോക്യുമെൻറ്റ്സ് അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ അതിനെ സംബന്ധിച്ചുള്ള ക്വറീസ് വരുമ്പോൾ അതിന് ആൻസർ കൊടുക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ജോസയുടെ ബിസിനസ് റൂൾസിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ സ്കെഡ്യൂളും ഡേറ്റും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ക്വറീസും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സീറ്റ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്കത് നമ്മുടെ പ്രൊവിഷണലായിട്ടുള്ള അഡ്മിഷൻ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആണെന്നുള്ളത് കൃത്യമായി. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടാം. ഇനി അല്ലെങ്കിൽ മുന്നോട്ട് ചെല്ലുമ്പോൾ ഏറ്റവും സാധ്യത ലാസ്റ്റ് റൗണ്ടിലേക്കാണ്. കാരണം പലരും അതിന് മുമ്പ് ഒന്നുകിൽ എക്സിറ്റ് ആവും, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യും. കിട്ടിയത് സീറ്റ് വിഡ്രോവൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വിഡ്രോ ചെയ്യാം. ഫൈനൽ റൗണ്ട് എന്ന് പറയുമ്പോൾ അത് 6ാമത്തെ റൗണ്ടാണ്. 6ാമത്തെ റൗണ്ടിന് ശേഷവും നമുക്ക് ഈ NIT+ സിസ്റ്റങ്ങളിൽ വിഡ്രോവൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 6ാമത്തെ റൗണ്ടിൽ നമുക്ക് കിട്ടി. 6ാമത്തെ റൗണ്ടിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും അതിന് മുമ്പ് കിട്ടിയതൊക്കെ 6ാമത്തെ റൗണ്ടിൽ വിഡ്രോ ചെയ്യാം. 6ാമത്തെ റൗണ്ടിൽ കിട്ടിയാൽ നമുക്ക് അവിടെ നിൽക്കാം. അവിടെ നിൽക്കുമ്പോൾ 6ാമത്തെ റൗണ്ടിന് ശേഷമാണ് ഞാൻ പറഞ്ഞു 6ാമത്തേൽ വിഡ്രോവൽ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 6ാമത്തെ റൗണ്ടിന് ശേഷമാണ് 2 സപ്ലിമെൻ്ററി റൗണ്ട്സ് എന്ന് വേണം നമുക്ക് പറയാം. CSAB വരെ. CSAB. അപ്പോൾ 6ാമത്തെ റൗണ്ടിൽ കിട്ടിയ ആൾക്ക് അവിടെയുള്ള സീറ്റ് അക്സെപ്റ്റൻസ് ഫീയും പാർഷ്യൽ അഡ്മിഷൻ ഫീയും അടച്ചു കഴിഞ്ഞാൽ നോർമലി CSABയിൽ അയാൾ എലിജിബിളാണ്. CSAB 2 റൗണ്ടുണ്ട്. റൗണ്ട് 1 നമുക്ക് വേണമെങ്കിൽ അത് സറണ്ടർ ചെയ്യാം, അല്ലെങ്കിൽ റൗണ്ട് 1 കഴിയുമ്പോൾ എക്സിറ്റ് ചെയ്യാം. പല ഓപ്ഷൻസും ഉണ്ട്. ഇനി റൗണ്ട് 2 മാത്രമാണ് നമ്മൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജോസായിൽ NIT+ സിസ്റ്റങ്ങളിൽ കിട്ടുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ CSAB റൗണ്ട് 2 വരെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന പോകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ജോസയും CSABയും രണ്ടും രണ്ടാണ്. 2 അലോട്ട്മെൻറ്റ് പ്രൊസീജിയറാണ്. അപ്പോൾ ജോസയിൽ നമ്മൾ വിഡ്രോ ചെയ്താൽ ഇനി നമുക്ക് തോന്നുകയാണ് 6ാമത്തെ റൗണ്ടായപ്പം വേണ്ട, CSABയിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ച് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോസസ്സിംഗ് ഫീ, വിഡ്രോവൽ ഫീ എല്ലാം കൂടെ ഒരു 7,000 രൂപ, എക്സിറ്റ് ആണ് 5,000 പോവുള്ളൂ. വിഡ്രോവൽ ഫീ ആയിട്ട് ഒരു 7,000 രൂപ മാത്രമേ നമുക്ക് നഷ്ടപ്പെടുള്ളൂ. ബാക്കി നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അപ്പോൾ വിഡ്രോ ചെയ്യുന്നവർക്ക് ഇനി ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് CSABയിലേക്ക് കടക്കാം. CSAB കടന്നിട്ട് ഫസ്റ്റിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അവർക്കും ഈ ഒരു രീതിയിൽ പൈസ പോകും. ഇനി സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ
സെക്കൻഡിലേക്ക് കടന്നാൽ കിട്ടുന്ന സീറ്റ് നമുക്ക് എടുക്കണം, CSABയുടെ സെക്കൻഡിലേക്ക്. അപ്പോൾ നമുക്ക് നിലവിൽ കിട്ടിയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ, കിട്ടിയ ആളാണെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമുക്ക് CSAB റൗണ്ട് 2-ൽ ഒരു സീറ്റ് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നഷ്ടപ്പെടുക, അത് മറ്റാർക്കോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ അവകാശം ഉന്നയിക്കാൻ പറ്റിയല്ല, അത് പോയി. ഇനി അപ്പോൾ ഈ CSAB റൗണ്ട് 2-ൽ നമ്മൾ പങ്കെടുത്തിട്ട് നമുക്കൊരു സീറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പൈസ ഒരു നഷ്ടം വരുന്നതാണ് നമുക്ക് പറയാൻ പറ്റും, കാര്യമായിട്ടൊരു നഷ്ടം വരും. സാർ, അപ്പോൾ അത് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കാം, ഏകദേശം എത്ര സമയം പിടിക്കും ഈ ഒരു പ്രൊസീജിയറിലേക്ക് എത്താൻ CSAB വരെ? നമുക്ക് നേരത്തെയൊക്കെ CSABക്ക് മുമ്പ് ഫിസിക്കൽ റിപ്പോർട്ടിങ് വേണമായിരുന്നു, ഇപ്പോൾ CSABയും കഴിഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഒരു ഓഗസ്റ്റ് മാസം ആകും, അതിനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഏകദേശം MBBS നമ്മുടെ ജോസായിൽ വരുന്ന വേക്കൻസികൾ എല്ലാം എല്ലാം റിപ്പോർട്ട് ചെയ്ത് ആ റിപ്പോർട്ടിങ്ങിന് ശേഷമാണ് CSABയുടെ പ്രൊസീജിയർ ആരംഭിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് CSABയിലെ 1ഉം 2ഉം കഴിയുമ്പോഴാണ് നമുക്ക് ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കുക. അന്നേരം ഈ പറഞ്ഞ കീം എന്തായാലും തീരുമാനമാകും, തീരുമാനമാകും, അതെല്ലാം തീരുമാനമാകും. പിന്നെ മെഡിക്കലിൻ്റെ നമുക്ക് തീരുമാനമാകും എന്ന് വിചാരിക്കും. റാങ്ക് ഒരു പക്ഷേ വിദ്യാർത്ഥികൾ കൃത്യമായ ഐഡിയ കിട്ടൂല്ലോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം. അപ്പോൾ ആ ഒരു അതങ്ങനെ പോകാൻ പറ്റും. സാർ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നീറ്റിൻ്റെ സ്കോർ അനുസരിച്ച് MBBS ഉറപ്പില്ലാത്ത വിദ്യാർത്ഥികൾ തീർച്ചയായും എന്തുകൊണ്ടും ഈ പറയുന്ന അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ പങ്കെടുക്കുകയും അഡ്മിഷൻ നിലനിർത്തുകയും ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ ബുദ്ധിപരമായി. ഞാൻ ഈ പറഞ്ഞ കാര്യം IITക്ക് പറ്റുകയല്ല കേട്ടോ. IIT നമ്മൾ 5ാമത്തെ റൗണ്ടിൽ നമ്മൾ വിഡ്രോ ചെയ്യണം. ഓക്കെ. വിഡ്രോ ചെയ്തില്ലെങ്കിൽ നമുക്ക് അടുത്ത 6ാമത്തെ റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടിയാൽ നമ്മൾ ആ സീറ്റ് എടുക്കണം. ആ സീറ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് IIT സീറ്റിന് ഒരിക്കലും എലിജിബിൾ അല്ല. നമ്മൾ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, IITയുടെ സീറ്റ് കളഞ്ഞ. കാരണം NITയെ സംബന്ധിച്ച് നമ്മളിത് വിഡ്രോ ചെയ്തില്ലെങ്കിലും CSABയുടെ സെക്കൻഡ് റൗണ്ട് വരെ പോകാമെന്ന് പറയാൻ കാരണം നമുക്ക് നമ്മുടെ സീറ്റ് നമ്മളിത് വിഡ്രോ ചെയ്യുന്ന സീറ്റിന് ഇപ്പം 6ാമത്തെ റൗണ്ട് നമ്മൾ സീറ്റ് വിഡ്രോ ചെയ്യാമെന്ന് വരും NITയിൽ. കുഴപ്പമില്ല, കാരണം CSAB വരുമ്പം ആ സീറ്റ് ഫില്ലായിക്കോളും, പ്രശ്നമില്ല. ഇതങ്ങനെയല്ല, IITയിലേക്ക് പിന്നെ യാതൊരു അലോട്ട്മെൻറ്റും ഇല്ല. പിന്നെ ആ പാടെയുള്ള ഫോറിൻ നാഷണൽസിനുള്ള സൂപ്പർ ന്യൂമററി സീറ്റുകൾ മാത്രമേ വരുന്നുള്ളൂ. സാർ, ഞാൻ ഒരു ചോദ്യം കൂടെ ഇതിനോട് എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയുണ്ട്, ചില ഒരു പക്ഷേ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ കൺഫ്യൂഷൻസ് കൊണ്ടോ ഇതങ്ങ് നിലനിർത്തി അങ്ങ് പോകുക. അവസാനം ഒരു MBBS ലാസ്റ്റ് സ്റ്റേജ് കിട്ടിയപ്പോഴാണ് ഇതങ്ങ് ഒഴിവാക്കാൻ തീരുമാനിച്ചത്. എന്തെങ്കിലും ലീഗൽ കോംപ്ലിക്കേഷൻസ് ഇതിൻ്റെ പേരിലുണ്ടോ, അതോ വല്ല പെനാലിറ്റിയും അടയ്ക്കേണ്ടി വരുമോ? ഒന്നുമില്ല. വിഡ്രോ ഞാൻ പറഞ്ഞല്ലോ, CSAB ഫസ്റ്റ് റൗണ്ട് വരെ വിഡ്രോ ചെയ്യാനോ സറണ്ടർ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അതിന് ശേഷമാണെങ്കിലോ? ശേഷം ലീഗൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, നമ്മുടെ പൈസ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ല. കാരണം CSABയുടെ 1ഉം 2ഉം തമ്മിൽ 1-2 ദിവസങ്ങളുടെ അകലേ കാണുകയുള്ളൂ. അപ്പോൾ 1 കഴിയുമ്പോൾ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമല്ലോ. നമ്മൾ എന്തിനാണ് വെറുതെ ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന ഒരിക്കലും ശരിയല്ല. ഓക്കെ. സാർ, ഇപ്പം ഒരു NIT വേണോ IIT വേണോ എന്ന് വിദ്യാർത്ഥികൾ തീരുമാനിക്കുന്നത് ഭൂരിഭാഗവും ഈ പറയുന്ന ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തിനും ഏതിനും ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണോ? ഇത് എത്രമാത്രം റിലയബിളായ ഒരു മെത്തേഡാണ്? നമ്മൾ ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുന്നത് നമുക്ക് അത്ര പ്രോത്സാഹിപ്പിക്കാവുന്നൊരു കാര്യമല്ല. കാരണം നമ്മൾ ഈ കഴിഞ്ഞ വർഷം ഒരു പർട്ടിക്കുലർ ഇപ്പം കഴിഞ്ഞ 3-4 വർഷമായിട്ട് നോക്കുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മേഖലകളിൽ ഉള്ള ജോലി സാധ്യതകളിൽ കാര്യമായ ഒരു ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളത് നോക്കിയല്ല. കാരണം കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് നോക്കിയാണ് ഒരു കുട്ടി ഈ വർഷം ചെയ്യുന്നതെങ്കിൽ അതേ റേഞ്ചിൽ തന്നെ ഏകദേശം ഈ വർഷവും തന്നെ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പർട്ടിക്കുലർ ബ്രാഞ്ച് ഫില്ല് ചെയ്ത് പോകാനാണ് സാധ്യത. പക്ഷേ ട്രെൻഡ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു, അങ്ങനെ വരും. അതൊരു ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാം. പിന്നെ ലാസ്റ്റ് റാങ്കിനോടൊപ്പം തന്നെ നമ്മൾ അതിനകത്ത് ആദ്യം ഫസ്റ്റ് റാങ്ക് നോക്കേണ്ടതാണ്, ഫ്രം 2 നോക്കേണ്ടതാണ്. കാരണം ലാസ്റ്റ് റാങ്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു ഫീമെയിൽ കുട്ടിയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പൊതുവേ ആൺകുട്ടികൾ ആയിരിക്കും അവിടെ കൂടുതലുള്ളത്. അപ്പം ഫീമെയിൽ നമുക്കൊരു 20% സൂപ്പർ ന്യൂമറി സീറ്റ് വരും. അപ്പം ജനറൽ ന്യൂട്രൽ അല്ലെങ്കിൽ ഫീമെയിൽ കാറ്റഗറിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ലാസ്റ്റ് റാങ്ക് നോക്കുമ്പം അതൊരു പക്ഷേ ഒരു 3000-ൻ്റെ 5000-ൻ്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും ജെൻഡർ ന്യൂട്രലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് കണ്ടുകൊണ്ട് നമ്മൾ പോകല്ലേ, അവിടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പം അതിലും റാങ്കുള്ള ഒരു കുട്ടിക്കായിരിക്കും അവിടെ അഡ്മിഷൻ കിട്ടാനിരിക്കും. ഇത്തവണ അപ്ലൈ ചെയ്യുന്നതിലും 3000 റാങ്ക് കൂടിയൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 3000-ൻ്റെ വേരിയേഷൻസ് എല്ലാം മാറ്റം വരും. പിന്നെ ഹയർ റാങ്കുകളുടെ കേസിൽ കാര്യമായൊരു വ്യത്യാസം വരികയല്ല. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും ബോംബെ IITയിലെ CS തന്നെ ആയിരിക്കും ഒരു ടോപ്പ് റാങ്കേഴ്സിൻ്റെ. അപ്പം അതേസമയം നമ്മളൊരു മിഡ് ലെവലിലെ ഒരു
5,000 ആഫ്റ്റർ 3,000 ശേഷമാണ് നമുക്ക് കാര്യമായ ഒരു വേരിയേഷൻ വരാവുന്നത്. അപ്പോൾ അത് ഇപ്പം കൂടുതലും കുട്ടികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ആളുകൾ അങ്ങനെ പറയുന്നു. അപ്പോൾ ഒരു ബ്രാഞ്ചും ഒരിടത്ത് ബ്രാഞ്ചിന് പ്രിഫറൻസും മറ്റിടത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിഫറൻസും കൊടുക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അല്പം വെയിറ്റേജ് കൊടുക്കുമ്പോൾ ബ്രാഞ്ച് അല്പം താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ കൂടെ നോക്കണം. പിന്നെ നമുക്കറിയാം പല റാങ്കിങ് സിസ്റ്റം ഉണ്ട്. ലാസ്റ്റ് റാങ്ക് മാത്രമല്ല, ഇപ്പം NIRF നമുക്ക് 100% ഡിപ്പെൻഡ് ചെയ്യത്തില്ലെങ്കിലും അതൊന്ന് നോക്കുക. പിന്നെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അവിടെയുള്ള കുട്ടികളോട്, അവിടെ പഠിച്ച ആൾ, അത് വളരെ പ്രധാനപ്പെട്ട, അങ്ങനെ നമുക്ക് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. അവിടെ പഠിച്ചിറങ്ങിയ അവിടുത്തെ അലുമിനി, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും കുഴപ്പമില്ല, അവർ ഏതെങ്കിലും കോൺടാക്റ്റ് എടുത്ത് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ആ സ്ഥാപനം സാർ, ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ചൂസ് ചെയ്യുമ്പം ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വെബ്സൈറ്റ് നോക്കുന്നതും അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ എലിജിബിലിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു പ്ലേസ്മെൻ്റ് ഒക്കെ നോക്കുന്നത് ഒരു പക്ഷേ മികച്ചൊരു തീരുമാനമായിരിക്കുമോ? പ്ലേസ്മെൻറ്റ് നമ്മൾ നോക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥാപനങ്ങളൊക്കെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അവർ ഓരോ വർഷത്തെയും അവരുടെ പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കൃത്യമായിട്ട് കാണിക്കണമെന്നുണ്ട്. ഇനിയിപ്പോൾ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയാവുന്നത് ഇന്ത്യൻ മേ ബി കൺവേർട്ടഡ് ടു പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ ഇന്ത്യൻ മേ ബി കൺവേർട്ടഡ് ജോബ്, ആ ഒരു രീതിയിലായിരിക്കാം. അതായത് വലിയ കമ്പനികളാണെങ്കിൽ പോലും അവർക്ക് സ്കില്ലാണ് അവർ അന്വേഷിക്കുന്നത്. സ്കില്ല് അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ 3rd ഇയറിൽ ഒരു ഇന്ത്യൻ കൊടുക്കുന്നു, ഇന്റേൺഷിപ്പ് കിട്ടുന്നു. അപ്പോൾ അത് ആ കുട്ടിയെ അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവന് പിന്നീട് വളരെ ഉയർന്ന ഓഫർ കൊടുത്ത് എടുക്കുന്ന ഒരു രീതിയിലേക്ക് കാൻഡിഡേറ്റിനെ കുറച്ചും കൂടെ മനസ്സിലാക്കി ബെറ്റർ ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. സാർ, ഈ ഒരു സെഷൻ്റെ ലാസ്റ്റ് ചോദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒത്തിരി വിദ്യാർത്ഥികൾ, അതായത് പ്രത്യേകിച്ചും ഗൾഫിലുള്ള വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ചോദ്യമാണ്, സാർ ഞങ്ങളുടെ അവസരമായിട്ടുണ്ടോ? ഈ ദാസ കോട്ട, CWG കോട്ട, ഈ സീറ്റിൽ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവർ ഈ ഒരു ജോസ് അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ പങ്കെടുക്കേണ്ട കാര്യമുണ്ടോ? ജോസ് അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ അവർക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കുക തന്നെ വേണം. അപ്പോൾ അവർക്ക് ദാസ ഇപ്പം കമ്മിങ് സൂൺ എന്നാണ് കാണുന്നത്, അവിടെ തന്നെ ദാസ വരും. അപ്പോൾ അവർക്ക് ജോസായിൽ അവർക്ക് പങ്കെടുക്കാം. അതുപോലെ തന്നെ ദാസ ആൻഡ് CWG അവർക്ക് പങ്കെടുക്കാം. ഇനി അവർക്ക് എവിടെയാണോ അവർക്ക് നല്ലൊരു താല്പര്യമുള്ള സീറ്റ് കിട്ടുന്ന ജോസായിൽ കിട്ടുകയാണെങ്കിൽ ജോസായിലെ സെലക്ട് ചെയ്യാം. രണ്ടും കൂടെ പറ്റിയാൽ ഒരെണ്ണം നമുക്ക് ഏതായാലും ഒരെണ്ണേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടും കൂടെ പറ്റിയാൽ ഇപ്പോൾ ജോസായിൽ ഒരെണ്ണം കിട്ടിയിട്ട് ദാസായാലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം ഏതായാലും വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ രണ്ടും പാരലായിട്ട് പോയിക്കോട്ടെ. ദാസ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ. 2025 ജോസ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൻ്റെ ബിസിനസ് റൂൾസ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികളെല്ലാം ചോയ്സ് ഫില്ലിങ്ങിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. സോ എങ്ങനെയാണ് ഒരു ചോയ്സ് സെറ്റ് ചെയ്യേണ്ടത്? ഒരു ചോയ്സ് തിരഞ്ഞെടുക്കുമ്പം എന്തൊക്കെ ഡീറ്റെയിൽസ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ജോബി സാർ നമ്മോട് പറഞ്ഞു തന്നു. ജോബി സാർ, ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. വിദ്യാർത്ഥികൾക്കും പേരൻസിനും ഒക്കെ വളരെ സിമ്പിളായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച NITകളും അതുപോലെ തന്നെ IITകളും തിരഞ്ഞെടുക്കാൻ ഈ ഒരു സെക്ഷൻ വളരെയധികം യൂസ്ഫുൾ ആകും എന്ന് ഞങ്ങൾ കരുതുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ജോസ 2025 അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിനെ കുറിച്ച് അനവധി വീഡിയോകളാണ് പബ്ലിഷ് ചെയ്യുന്നത്. സോ നിങ്ങൾ ബ്രില്യൻ പാല JE എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സന്ദർശിക്കുക, കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അവകാശപ്പെട്ട ഏറ്റവും മികച്ച NIT അല്ലെങ്കിൽ ഏറ്റവും മികച്ച IIT സീറ്റ് അഡ്മിഷൻ നേടാൻ ഞങ്ങൾ നിങ്ങളെ പ്രാപ്തരാക്കിയിരിക്കും. താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.